ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടാറ്റോ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഒട്ടും കൊഴിയാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഇനി ഇത് 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങിലുള്ള സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒട്ടും തന്നെ കൊഴിഞ്ഞു പോകത്തില്ല. ഇനി ഇത് നന്നായിട്ട് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു മെഴുക്കുവരട്ടിക്ക് വെളിച്ചെണ്ണയായിരിക്കും ഏറ്റവും നല്ലത്. വെജിറ്റബിൾ ഓയിൽസും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് ചെറുതായിട്ട് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മെഴുക്കുവരട്ടിയുടെ കൂടെ വെളുത്തുള്ളിയും കൂടി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വാഷ് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള സ്റ്റാർച്ച് കാരണം നമുക്ക് വെന്ത് വരുമ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെയും മസാലപ്പൊടിയുടെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അളവ് കുറവാണെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങിന് ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. പൊട്ടാറ്റോ ആയതുകൊണ്ട് തന്നെ ഇത് വേവാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കഴിയുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് നോക്കുക വേവ് ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ എൻ്റേത് 10 മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് വേവാനായിട്ട്. പാകത്തിന് വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഒട്ടും കൊഴിഞ്ഞു പോകാതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് മുളക് പൊടി വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. ഇനിയാണ് നമ്മളിതൊന്ന് ഡ്രൈ ആക്കിയിട്ട് മെഴുക്കുവരട്ടിയുടെ രൂപത്തിലാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും, ഒട്ടും കൊഴിഞ്ഞു പോവുകയില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഇളക്കിയെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മുടെ മെഴുക്കുവരട്ടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കൊഴിഞ്ഞു പോയിട്ടില്ല. അതുപോലെ അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് ഒന്ന് ക്രിസ്പിയും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി പൊട്ടാറ്റോ മെഴുക്കുവരട്ടി ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.